പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവന അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് അഭിപ്രായമുണ്ടായിരുന്നു, ആയത്തുള്ള അലി ഖംനയെ വധിച്ചിട്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നാൽ പോലും ഇസ്രായേൽ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകും എന്ന ഒരു പ്രസ്താവന ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റും അതുമായി അനുബന്ധിച്ച ചില പ്രസ്താവന നടത്തിയിരുന്നു. ഇപ്പോൾ ആയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവന ട്വിറ്ററിൽ ഉണ്ടാകുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ, മിക്കപ്പോഴും ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ട്വിറ്റർ ഇങ്ങനെയാണ്: അലിയുടെ നാമത്തിൽ ഇറാൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അലി എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖലീഫയായി അവര് പരിഗണിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന ഇപ്പോൾ ആയത്തുള്ള അലി ഖംനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സയണിസ്റ്റ് രാജ്യത്തിന് ശക്തമായ തിരിച്ചടി കൊടുക്കും എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉള്ളതായി ഹീബ്രുവിലും ഒപ്പം പാഴ്സിയിലുമുള്ള പ്രസ്താവനയുള്ളതായി മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് ആയത്തുള്ള അലി ഖംനയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടാകുന്നു ട്വിറ്ററിൽ. എന്താണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചിമേഷ്യയിലെ സംഭവവികാസം? മറ്റൊന്ന്, ചൈന കാർഗോ വിമാനങ്ങൾ ഇറാനിലേക്ക് അയച്ചു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. 3 കാർഗോ വിമാനങ്ങളാണ് ചൈന ഇറാനിലേക്ക് അയച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബോയിങ് 747 എന്ന 3 ഫ്ലൈറ്റുകളാണ് അയച്ചിരിക്കുന്നത്. ഈ ഫ്ലൈറ്റുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആയുധങ്ങൾ വ്യാപാരം ചെയ്തതിനായി, ആയുധങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ചൈന ഉപയോഗിക്കുന്ന ബോയിങ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് ഇറാനിന് ആവശ്യമായ ആയുധങ്ങൾ, ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനായ ആവശ്യങ്ങൾ ചൈന എത്തിച്ചതാണെന്ന റിപ്പോർട്ട് വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സംരക്ഷണം ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിശകലനങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട് എന്നാണ് വാസ്തവം. ചൈന കൂടുതൽ ക്രിയാത്മകമായി ഇറാന്റെ പക്ഷത്ത് നിന്ന് യുദ്ധരംഗത്തേക്ക് വരുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന്, നേരത്തെ ഇസ്രായേലാണ് ഇറാന്റെ ആകാശപാത തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഇറാൻ വളരെ ശക്തമായി തന്നെ പറയുന്നു, ഇസ്രായേലിന്റെ ആകാശപാത തങ്ങളുടെ നിയന്ത്രണത്തിലാണ്. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ വളരെ ശക്തമായ മിസൈൽ പ്രഹരം ഇസ്രായേൽ പതിപ്പിക്കും എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവകാശവാദം ഉണ്ടായതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒപ്പം ഇപ്പോൾ ഇറാന്റെ ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് സെൻട്രൽ ഇസ്രായേൽ, അവിടെ ജനവാസ കേന്ദ്രമാണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതു കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ നേരെ ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നൊരു വസ്തുതയും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് രണ്ടു പക്ഷവും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കുന്നു എന്നത് ഈ അവസരത്തിൽ ആശങ്ക ജനിപ്പിക്കുന്നതാണെന്ന വസ്തുത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. മറ്റൊന്ന്, F-35 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുന്ന ആദ്യത്തെ രാജ്യമാണോ ഇറാൻ എന്ന വലിയൊരു ചർച്ച അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നടക്കുകയാണ്. കാരണം ഇന്നലെയും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. F-35 യുദ്ധവിമാനങ്ങൾ, ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ, ഇറാനിൽ വ്യോമാക്രമണത്തിനെത്തിയ യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർക്കുന്നതായ വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ലോകത്തിലേക്ക് വഴിതെളിക്കുന്നത്. അതായത് ആദ്യമായി F-35 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുന്ന രാജ്യമായി മാറുകയാണോ ഇറാൻ? മറ്റൊന്ന്, ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ മറ്റൊരു പ്രസ്താവന കൂടി ഉണ്ടാകുന്നു IRGC കമാൻഡറുടെ ഭാഗത്തു നിന്ന്. ഇത്രയും നാൾ ഇറാൻ പ്രതിരോധിക്കുകയായിരുന്നു, ഇനി പ്രത്യാക്രമണത്തിന്റെ നാളുകൾ ആണ് എന്ന ഒരു സൂചന ഇറാൻ നൽകുന്നു. ഇപ്പോഴും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ഫലമാക്കിക്കൊണ്ട് മിസൈലുകൾ പതിക്കുന്നു എന്ന് തന്നെയാണ് മിക്ക അന്തർദേശീയ മാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുമ്പോൾ അവർ വീഡിയോ സഹിതം വ്യക്തമാക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. മിക്കപ്പോഴും ടൈംസ് ഓഫ് ഇന്ത്യ അതുപോലുള്ള ചാനലുകൾ എല്ലാവരും ഹിന്ദുസ്ഥാൻ ടൈംസ് അതുപോലുള്ള എല്ലാ ചാനലുകളും അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയൺ ഡോമുകളും അതുപോലെ താടും നിഷ്ഫലമാക്കുവാൻ ചില കോഡുകൾ തങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അയൺ ഡോമുകൾ പരസ്പരം ഇടിച്ചു നശിക്കുന്ന ചില സാങ്കേതിക വിദ്യകൾ ഇറാൻ പ്രയോഗിക്കുന്ന ചില മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും രണ്ട് ഭാഗത്തും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. യുദ്ധം ഏകപക്ഷീയമല്ല എന്ന വലിയ വിവരമാണ് അന്തർദേശീയ മാധ്യമങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഇസ്രായേൽ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഏകപക്ഷീയമായ യുദ്ധമല്ല, ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ നിറഞ്ഞു. ചിലയിടങ്ങളിൽ ഇസ്രായേൽ ഗസയ്ക്ക് സമാനമാകുന്നു എന്നൊരു വിശേഷണം നൽകുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.